2026 സീസണിനായുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ്. 2028 ആരംഭിക്കുന്ന IPL കിരീടത്തിനായി തന്ത്രങ്ങൾ മെനഞ്ഞ് ടീമുകൾ ഇറങ്ങുമ്പോൾ പോരാട്ടം തീപ്പാറുമെന്ന കാര്യം ഉറപ്പാണ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇത്തവണത്തെ സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. 2020 ശേഷം കപ്പില്ലാത്ത മുംബൈക്ക് എന്ത് വില കൊടുത്തും കപ്പിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില സുപ്രധാന മാറ്റങ്ങൾ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് ഇലവനിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിൽ പരീക്ഷണം മുംബൈ പിന്തുടരാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ 3-ാം നമ്പറിലേക്ക് തിലക് വർമ്മയെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണുള്ളത്. തിലക് വർമ്മ 3-ാം നമ്പറിൽ എത്തുമ്പോൾ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിലേക്ക് റോള് മാറ്റുമെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിലക് വർമ്മ 3-ാം നമ്പറിൽ കളിച്ച് 2 സെഞ്ചുറികളടക്കം ഇന്ത്യക്കായി നേടിയിട്ടുണ്ട്. എന്നാൽ T20 ലോകകപ്പിൽ 3-ാം നമ്പറിൽ തിലക് ഫ്ലോപ്പായിരുന്നു. ഇതോടെ മധ്യനിരയിലേക്ക് മാറ്റിയപ്പോൾ തിലകിന്റെ പ്രകടനം മെച്ചപ്പെട്ടുവെന്നതാണ് എടുത്തു പറയേണ്ടത്. സൂര്യകുമാർ യാദവ് ഗംഭീരമായാണ് T20 ലോകകപ്പിൽ തുടങ്ങിയതെങ്കിൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കാര്യമായ മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല. മുംബൈ ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യ എന്ത് തീരുമാനമാവും എടുക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. ഇത്തവണ മുംബൈക്ക് മികച്ച ബാറ്റിംഗ് നിരയുണ്ട്. എന്നാൽ ഇവരിൽ ആരെല്ലാം തിളങ്ങുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രോഹിത് ശർമ്മയും ക്ലിന്റൺ ഡി കോക്കും ചേർന്നാവും ഓപ്പണിംഗിൽ ഇറങ്ങുക. T20യിൽ നിന്ന് 2024 T20 ലോകകപ്പോടെ വിരമിച്ച താരമാണ് രോഹിത് ശർമ്മ. ഡി കോക്കിന് T20 ഫോർമാറ്റിൽ തകർപ്പൻ റെക്കോർഡുണ്ടെങ്കിലും അവസാന T20 ലോകകപ്പിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇത് മുംബൈക്ക് ആശങ്കയുണ്ടാക്കുന്നു. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ നിലവിലെ ഏറ്റവും മികച്ച പേസ് ഓൾറൗണ്ടർമാരിൽ ഒരാളാണ്. എന്നാൽ T20 ലോകകപ്പിൽ ഹർദിക്കിന്റെ സ്ഥിരത പലതവണ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. വിക്കറ്റ് വീഴ്ത്താൻ മിടുക്ക് കാട്ടുമ്പോഴും ഇക്കണോമി ചോദ്യം ഉയർത്തുകയാണ്. ഹർദിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ പോയാൽ മുംബൈയെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ക്ലിന്റൺ ഡി കോക്കിന്റെ പ്രകടനം വിലയിരുത്തിയാവും റിയാൻ റിക്കൽട്ടിന് അവസരം നൽകുക. 2 പേരും സൗത്ത് ആഫ്രിക്കക്കാരായ വിക്കറ്റ് കീപ്പർമാരാണ്. ഇവരെ 2 പേരെയും ഒരുമിച്ച് കളിപ്പിക്കില്ല. മുംബൈയുടെ കരുത്ത് ബൗളിംഗ് നിരയിലാണ്, പ്രത്യേകിച്ച് പേസർമാരിൽ. ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ പേസ് കൂട്ടുകെട്ട് എല്ലാ എതിരാളികൾക്കും വലിയ തലവേദന സൃഷ്ടിക്കാൻ കൽപ്പുള്ളതാണ്. ഈ കൂട്ടുകെട്ടിൽ വിശ്വസിച്ചാവും മുംബൈ തന്ത്രങ്ങൾ മെനയുക. എന്നാൽ സ്പിന്നറിൽ മുംബൈക്ക് ദൗർബല്യമുണ്ട്. മിച്ചൽ സാന്റ്നറെ അമിതമായി ആശ്രയിക്കേണ്ട അവസ്ഥയാണ് മുംബൈക്കുള്ളത്. എന്നാൽ ഈ വെല്ലുവിളിയെ എല്ലാം മറികടക്കാനുള്ള അനുഭവ സമ്പത്ത് മുംബൈക്കുണ്ട്. അതിന് അവർക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.